അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ, അബിയു പ്ലാന്റിനെ പറ്റിയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി വന്നതാണ്. ഇത് നമ്മളെ വീട്ടിലുണ്ടായതാണ്. ഒരുപാട് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ഇങ്ങനെ കായായി മാറി. ഇത് 3ാമത്തെ വർഷമാണ് ഇപ്പം ഇങ്ങനെ പൂട്ട് കായ ഉണ്ടാകുന്നത്. 2 വർഷം പൂട്ട് പോയിട്ടോ, അന്നൊന്നും കായ പിടിച്ചില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമുക്ക് കായ ഉണ്ടാകുന്നത്. ഉണ്ടായപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ടായും ചെയ്തു. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അബിയു പ്ലാന്റും ഫ്രൂട്ട്സൊക്കെ? തിന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ നമ്മളിങ്ങനെ പഴുക്കാറായപ്പോൾ ഇങ്ങനെ വല കെട്ടി കൊടുക്കുകയായി. ഇനി എന്തെങ്കിലും ജന്തുക്കളൊന്നും കൊണ്ടുപോകണ്ടെന്നൊക്കെ കരുതി. പ്രാണികളൊക്കെ കൊത്തി കറുത്ത കളറാവുന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ വല വാങ്ങിയിടേ കേട്ടോ. അതുകൊണ്ട് ഉണ്ടായ കായ്കളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ഒറ്റൊന്നും ചീത്തയായി പോയിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് കായ്ച്ച് നിൽക്കേണ്ടത് കാണാൻ കേട്ടോ. ഇത് അത്യാവശ്യം വലിയ മരമാണ്. അത്യാവശ്യം നല്ല ഉയരം പോയിട്ടുണ്ട്. അപ്പോൾ പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റൊക്കെ ചെറിയ കായ് കിട്ടിയിരുന്നത്. പിന്നീട് കിട്ടിയ കായ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കിട്ടിയത് കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് കായനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇളനീരിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് അതിലും കൂടുതൽ മധുരം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട്സ് എന്ന് തന്നെ പറയാം. ഇത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാനും ഇതൊക്കെ. നമ്മൾ മുറിച്ച് നോക്കിയിട്ടോ, ഫസ്റ്റ് മുറിച്ച് നോക്കിയ കായാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് വലിയ വലിപ്പമില്ല കേട്ടോ, ആദ്യം ഉണ്ടായത് അതാണിപ്പോൾ കാണിക്കണത്. അത് ചെറിയൊരു കായാണ്. പിന്നെ ഉണ്ടായതൊക്കെ നല്ല വലിപ്പത്തിലാണ് കിട്ടിയത്. ഇതിനാകെ ഒരു കുരു ഉണ്ടായിട്ടുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ 3-4 കുരുക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.